വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം അതിലെ തൃതീയ സ്കന്ധം അതിലെ 12-ാമത്തെ അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സനകാദികളുടെയും സ്വയംഭൂമനുവിൻ്റെയും മറ്റും ഉദ്ഭവമാണ് ഇവിടെ വിഷയം. ബ്രഹ്മദേവൻ പലരെയും സൃഷ്ടിക്കുന്നു. അതൊക്കെ അവിടെ വിസ്തരിച്ച് പറയുകയാണ്. ചില കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് അത് പ്രസക്തമല്ല, എങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം തെറ്റില്ലാതെ ഈ ഭാഗവതം പാരായണം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിലെ പദങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് സാമാന്യം മനസ്സിലാക്കുക. വളരെ വിശദമായിട്ട് അറിയണമെന്നല്ല, എന്നാലും പദങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയേ പറ്റൂ. നോക്കാം നമുക്ക്. നമ്മൾ 33-ാമത്തെ ശ്ലോകം വരെ കണ്ടു. 34-ാമത്തെ ശ്ലോകം നോക്കാം. കദാചിധ്യായതഃ സ്രഷ്ടുർവേദ ആസംശ്ചതുർമുഖാത് കഥം സ്രക്ഷ്യാമ്യഹം ലോകാൻ സമവേതാൻ യഥാ പുരാ. കദാചിധ്യായതഃ സ്രഷ്ടുഃ വേദ ആസംശ്ചതുർമുഖാത് കഥം സ്രക്ഷ്യാമ്യഹം ലോകാൻ സമവേതാൻ യഥാ പുരാ. കദാചിത് ധ്യായതഃ സ്രഷ്ടുഃ. സ്രഷ്ടുഃ ബ്രഹ്മാവിൻ്റെ എന്നർത്ഥം. സ്രഷ്ടാവിൻ്റെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ. കദാചിത് ധ്യായതഃ. കദാചിത് പറഞ്ഞാൽ ഒരിക്കൽ. വേദാ ആസംസ് ചതുർമുഖാത്. വേദാഹ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. ചതുർമുഖാത് 4 മുഖങ്ങളിൽ നിന്ന്, 4 മുഖത്തിൽ നിന്ന്. കഥം സ്രക്ഷ്യാമി അഹം, ഞാൻ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സൃഷ്ടിക്കേണ്ടു. സമവേതാൻ യഥാപുര. സമവേതാൻ ഒന്നിച്ച് ചേർന്നിരിക്കുന്ന എന്നർത്ഥം. ലോകാൻ ഈ ലോകങ്ങളെ. പുരാ യഥാ പണ്ട് ഞാൻ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ ഇനിയും ഞാൻ സൃഷ്ടിക്കണം. അതെങ്ങനെ? അതാണ് കഥമഹം സ്രക്ഷ്യാമി. ധ്യായതഃ സ്രഷ്ടുഃ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ധ്യായതഃ പറഞ്ഞ് ചിന്തിക്കുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിൻ്റെ ചതുർമുഖാത് 4 മുഖത്തിൽ നിന്ന് കഥാചിത് വേദാഹ ആസൻ. വേദങ്ങൾ ഉണ്ടായി. ഒരിക്കൽ വേദങ്ങൾ ഉണ്ടായി. ബ്രഹ്മദേവൻ്റെ 4 മുഖത്തിൽ നിന്ന് 4 വേദങ്ങളുണ്ടായി എന്നർത്ഥം. പൂർവ്വദേഹത്തെ ഉപേക്ഷിച്ച ബ്രഹ്മദേവൻ ഉടനെ മറ്റൊരു ദേഹം സ്വീകരിച്ചു. ഇങ്ങനെ ഒന്നായിരിക്കുന്ന ലോകങ്ങളെ എങ്ങനെയാണ് ഞാൻ പണ്ടത്തെ പോലെ വിവിധാകാരമായി പല രൂപത്തിലാക്കി സൃഷ്ടിക്കുക എന്ന് ചിന്തിച്ചപ്പോഴേക്കും ബ്രഹ്മദേവൻ്റെ 4 മുഖത്തിൽ നിന്ന് 4 വേദങ്ങളുണ്ടായി എന്നർത്ഥം. ചാതുർഹോത്രം കർമ്മതന്ത്രം ഉപവേദനയൈഃ സഹ ധർമ്മസ്യ പാദാശ്ചത്വാരഃ തഥൈവാശ്രമവൃത്തയഃ. ചാതുർഹോത്രം കർമ്മതന്ത്രം ഉപവേദനയൈഃ സഹ. നയം എന്നുള്ളത് കൊണ്ട് ന്യായം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ചാതുർഹോത്രം 4 പ്രകാരത്തിലുള്ള ഹോതാക്കളുടെ കർമ്മം, അതാണ് ചാതുർഹോത്രം. ഹോത, ഉദ്ഗാത, അധ്വർയു, ബ്രഹ്മൻ, ഇങ്ങനെ 4 ഹോതാക്കൾ. അതാണ് ഹോതാവ്, ഉദ്ഗാതാവ്, അധ്വർയു, ബ്രഹ്മ എന്നിങ്ങനെ പേരുള്ള 4 വിധക്കാർ നടത്തേണ്ട കർമ്മങ്ങൾ, അതാണ് ചാതുർഹോത്രം. അതാണ് അങ്ങനെ 4 ആളുകൾ നടത്തുന്നതുകൊണ്ടാണ് ചാതുർഹോത്രം എന്ന് പേര് വന്നത്. കർമ്മതന്ത്രം യജ്ഞകർമ്മ വിഭാഗങ്ങളുടെ നിരൂപണം, അതാണ് കർമ്മതന്ത്രം. അതിൻ്റെ സ്വരൂപങ്ങളായിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ. ഉപവേദനയൈഃ സഹ ഉപവേദങ്ങൾ, ന്യായശാസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ. പിന്നെയോ ധർമ്മസ്യ പാദാഹ ചത്വാരഃ. ധർമ്മസ്വരൂപത്തിൻ്റെ
4 പാദങ്ങൾ. തഥാ ഏവ അതുപോലെ തന്നെ ആശ്രമവൃത്തയ ആശ്രമങ്ങളും എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഇങ്ങനെയുള്ള 4 ആശ്രമങ്ങളും ഉപവേദങ്ങളും നീതിശാസ്ത്രം, പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം എന്നിവയും പിന്നെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം, തപസ്, ദയ, ദാനം എന്നിങ്ങനെയുള്ള ധർമ്മപാദങ്ങളും ചില ദിക്കിൽ സത്യം, തപസ്, ദയ, ശൗചം എന്നും രണ്ടും കാണാറുണ്ട്. ഇതൊക്കെ ഉണ്ടായി. ധർമ്മപാദങ്ങളും ബ്രഹ്മചര്യാദികളായ 4 ആശ്രമങ്ങളും ബ്രഹ്മാവിൻ്റെ 4 മുഖത്തു നിന്നുണ്ടായി. വ്യക്തമായില്ലേ? 36-ാമത്തെ ശ്ലോകം. വിദുര ഉവാച, വിദുരം പറയണം. സവൈ വിശ്വസൃജാമീശോ വേദാദീൻമുഖതോ സൃജത് യദ്യത് യേനാസൃജദ്ദേവ തന്മേ ബ്രൂഹി തപോധന. ദേവസ്തന്മേ എന്നുള്ളത് പദം മുറിക്കുമ്പോൾ ദേവ തന്മേ, തത് മേ അത് എനിക്ക് എന്നാണ്. ബ്രൂഹി അതെനിക്ക് പറഞ്ഞു തരണേ. തപോധന അല്ലയോ തപോധന, തപസ് തന്നെ ധനമായിട്ടിരിക്കുന്നവനെ. മൈത്രേയ മഹർഷിയെ സംബോധന ചെയ്യുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? സവൈ വിശ്വസൃജാം ഈശഃ, അല്ലയോ തപോധന, ആ മരീച്യാദി പ്രജാപതികളുടെയും പിന്നെ കശ്യപാദികളുടെയും ഈശ്വരനായ ബ്രഹ്മദേവൻ വേദാദികളെ സൃഷ്ടിച്ചു എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ഏതേത് മുഖത്തിൽ നിന്ന് ഏതേത് വേദങ്ങളുണ്ടായി ഇതാണ് അറിയേണ്ടത്. 4 മുഖങ്ങളാണ്, 4 വേദങ്ങളുണ്ടായി. ഏത് മുഖത്തുനിന്ന് ഏത് വേദം ഉണ്ടായി എന്നൊക്കെയാണ് ഇവിടെ വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത്. അതാണ് സവൈ വിശ്വസൃജാമീശോ വേദാദീൻ മുഖതോ അസൃജത്. വിശ്വസൃക്കുകളുടെ ഈശനായ പ്രജാപതിമാരുടെ ഈശനായ അല്ലെങ്കിൽ സൃഷ്ടാവായ ആ ബ്രഹ്മദേവൻ വേദാദീൻ മുഖതഃ അസൃജത്, വേദാദികളെ മുഖത്തു നിന്നുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സംശയം എന്താ വെച്ചാൽ യത് യേന ദേവഃ അസൃജത്, ഏതേതിനെ ഏതേത് മുഖം കൊണ്ട് ബ്രഹ്മദേവൻ ഉളവാക്കി. തത് മേ ബ്രൂഹി അതെനിക്ക് പറഞ്ഞു തരണം. ഏതൊക്കെ മുഖത്തു നിന്നാണ്, ഏതൊക്കെ ഈ വേദങ്ങളൊക്കെ ഏതൊക്കെ മുഖത്തു നിന്നുണ്ടായി? മൈത്രേയ ഉവാച, മൈത്രേയർ പറയാണ്. ഋഗ്യജുസ്സാമാധർവാഖ്യാൻ വേദാൻ പൂർവാദിഭിർമുഖൈഃ ശസ്ത്രമിജ്യാം സ്തുതിസ്തോമം പ്രായശ്ചിത്തം യഥാത് ക്രമാത്. ബ്രഹ്മാവിൻ്റെ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ മുഖങ്ങളിൽ നിന്നും യഥാക്രമം ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള മുഖത്തുനിന്ന് ഋക്കുണ്ടായി, തെക്ക് ഭാഗത്തുള്ള മുഖത്തുനിന്ന് യജുസുണ്ടായി, പടിഞ്ഞാറ് ഭാഗത്തുള്ള മുഖത്തുനിന്ന് സാമമുണ്ടായി, വടക്ക് ഭാഗത്തുള്ള ആ മുഖത്തിൽ നിന്ന് അഥർവവേദം ഉണ്ടായി. ഇങ്ങനെ വേദങ്ങളും ശസ്ത്രം, ഇജ്യ, സ്തുതി, സ്തോമം, പ്രായശ്ചിത്തം ഇങ്ങനെയുള്ള 4 കർമ്മങ്ങളും ഉണ്ടായി. എന്താണ് ഈ ശസ്ത്രം, എന്താണ് ഇജ്യ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് എത്ര കണ്ട് പ്രസക്തി അതിനുണ്ടെന്നുള്ളത് അറിയില്ല. എന്നാലും ശാസ്ത്രത്തിലുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ പുറമേ ജപിക്കാതെ ഉള്ളിലടക്കി മന്ത്രം ജപിക്കുന്ന കർമ്മം, അതിനാണ് ശസ്ത്രം എന്ന് പറയുക. അധ്വർയു നടത്തുന്ന കർമ്മം അതാണ് ഇജ്യ. നേരത്തെ പറഞ്ഞു അധ്വർയു എന്നുള്ളത്. ചാതുർഹോത്രം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു 4 പേര് നടത്തുന്ന കർമ്മമാണത്. ആരൊക്കെയത് 4 പേര്? ഹോതാവ്, ഉൽഗാതാവ്, അധ്വർയു, ബ്രഹ്മ. അതിലെ അധ്വർയു ചെയ്യണ കർമ്മത്തിനെയാണ് ഇവിടെ ഇജ്യ എന്ന് പറയുക. ഉദ്ഗാതാവ് നടത്തുന്ന കർമ്മത്തിനെയാണ് സ്തുതിസ്തോമം എന്ന് പറയുക. അതൊരുമിച്ചാണ് സ്തുതിസ്തോമം. ബ്രഹ്മാവ് നടത്തുന്നതാണ് കർമ്മം, അതാണ് ബ്രഹ്മാവിനാൽ നടത്തപ്പെടുന്ന കർമ്മമാണ് പ്രായശ്ചിത്തം. ഇതൊക്കെ ഉണ്ടായി എന്നാണ്. ശസ്ത്രം, ഇജ്യ, സ്തുതിസ്തോമം, പ്രായശ്ചിത്തം എന്നീ 4 കർമ്മങ്ങളും ഉണ്ടായി. വ്യക്തമായില്ലേ? ശസ്ത്രം ഹോതാവിൻ്റെയും, ഇജ്യ ഉദ്ഗാതാവിൻ്റെയും, സ്തുതിസ്തോമം അധ്വർയുവിൻ്റെയും, പ്രായശ്ചിത്തം ബ്രഹ്മൻ്റെയും കർമ്മങ്ങളാണ്. ഇവയെയും കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ മുഖങ്ങളിൽ നിന്ന് ബ്രഹ്മാവ് സൃഷ്ടിച്ചു. പിന്നെയോ
ആയുർവേദം ധനുർവേദം ഗാന്ധർവം വേദമാത്മനഃ സ്ഥാപത്യം ച ആസൃജത് വേദം ക്രമാത് പൂർവാദിഭിർമുഖൈ ച ആസൃജത് വേദം. അതൊരുമിച്ച് പറയുമ്പം പദം പിരിക്കുമ്പോഴോ ച ആസൃജത് വേദം, ച ആസൃജത് വേദം. പിന്നെ ആയുർവേദം ധനുർവേദം, ആയുർവേദം ധനുർവേദം ഗാന്ധർവവേദം, ഗാന്ധർവവേദമാണ് സംഗീതവിദ്യ. സ്ഥാപത്യം ശില്പവിദ്യ ആണ്, അതാണ് സ്ഥാപത്യം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഉപവേദങ്ങൾ, ഇതൊക്കെ ഉപവേദങ്ങളാണ്. എന്നീ ഉപവേദങ്ങളെ ക്രമത്തിൽ കിഴക്ക് മുതലായ മുഖങ്ങളിൽ നിന്നും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ആയുർവേദം അതാണ് വൈദ്യശാസ്ത്രം, ധനുർവേദം അതാണ് യുദ്ധശാസ്ത്രം, സംഗീതശാസ്ത്രമാണ് ഗാന്ധർവവേദം, സ്ഥാപത്യം എന്ന് പറഞ്ഞാൽ തച്ചുശാസ്ത്രം. ഇതൊക്കെ ബ്രഹ്മാവിൻ്റെ പൂർവാദിമുഖങ്ങളിൽ നിന്ന് ക്രമത്തിൽ ഉണ്ടായി. ഇതിഹാസപുരാണാനി പഞ്ചമം വേദമീശ്വരഃ സർവേഭ്യ ഏവ വക്തൃഭ്യ സസൃജേ സർവദർശനഃ. ഇതിഹാസപുരാണാനി പഞ്ചമം വേദമീശ്വരഃ ആണ്. അഞ്ചാമത്തെ വേദം എന്ന പേരിൽ പ്രസിദ്ധമായ ഇതിഹാസപുരാണങ്ങൾ. സർവദർശനഃ ഈശ്വരഃ, സർവജ്ഞാനനിധിയും സർവനിയന്താവുമായ ആ ബ്രഹ്മദേവൻ. ഇവിടെ ഈശ്വരഹാണത് ബ്രഹ്മദേവനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പഞ്ചമം വേദം, അഞ്ചാമത്തെ വേദമെന്ന് അറിയപ്പെടുന്ന ഇതിഹാസപുരാണാനി, ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും സർവേഭ്യ ഏവ വക്തൃഭ്യ സസൃജേ, എല്ലാ മുഖങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു. ഇതിഹാസങ്ങളും പുരാണങ്ങളും അഞ്ചാമത്തെ വേദമാണ്. അവയെ 4 മുഖങ്ങളിൽ നിന്നുമായി ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. പിന്നെ എന്തൊക്കെ സൃഷ്ടിച്ചു? ഷോഡശുക്തൗ പൂർവവക്ത്രാത് പുരീഷഗ്നിഷ്ടുതാവധ ആപ്തോര്യാമാതിരാത്രൗ ച വാജപേയം സഗോസവം. ഷോഡശി ഉക്തം, അതാണ് ഷോഡശുക്തൗ. പിന്നെയോ അതൊക്കെ കർമ്മങ്ങളാണ്. അതൊക്കെ പൂർവ്വമുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതാണ് പൂർവ്വവക്ത്രാത്, വക്ത്ര എന്ന് പറഞ്ഞ മുഖം. പുരീഷ അഗ്നിഷ്ടുതാവധ, പുരീഷി അഗ്നിഷ്ടുത് എന്നീ കർമ്മങ്ങൾ അത് ദക്ഷിണമുഖത്ത് നിന്ന്, വലത്ത് ഭാഗത്തെ മുഖത്ത് നിന്ന് സൃഷ്ടിച്ചു. ആപ്തോര്യാമം, അതാണ് ആപ്തോര്യാമ അതിരാത്രൗച, ആപ്തോര്യാമ അതിരാത്രൗച. അപ്പം ആപ്തോര്യാമം എന്ന കർമ്മം, അതുപോലെ അതിരാത്രം എന്ന കർമ്മങ്ങളൊക്കെ പശ്ചിമമുഖത്ത് നിന്ന് സൃഷ്ടിച്ചു. സഗോസവം വാജപേയം, സഗോസവും വാജപേയം എന്നീ കർമ്മങ്ങൾ ഉത്തരമുഖത്ത് നിന്ന് സൃഷ്ടിച്ചു. ഇതൊക്കെ പലതരത്തിലുള്ള പൂജ, അതുപോലെ യാഗകർമ്മങ്ങളൊക്കെയാണ്. ഇനിയോ വിദ്യാദാനം തപഃ സത്യം ധർമ്മസ്യേതി പദാനി ച ആശ്രമാംശ്ച യഥാസംഖ്യം അസൃജത് സഹ വൃത്തിഭിഃ. വിദ്യാദാനം തപഃ സത്യം ധർമ്മസ്യേതി പദാനി ച, ധർമ്മസ്യ ഇതി പദാനി ച. വിദ്യ, ദാനം, തപസ്, ദയ, ഇങ്ങനെയുള്ള ധർമ്മത്തിൻ്റെ 4 പാദങ്ങളെയും 4 ആശ്രമങ്ങളെയും ക്രമത്തിൽ കിഴക്ക് മുതലായ 4 മുഖങ്ങളിൽ നിന്നുമായി സൃഷ്ടിച്ചു. പ്രഥമസ്കന്ധത്തിൽ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളായിട്ട് സത്യം, ദയ, തപസ്, ശൗചം എന്നാണ് കാണുക. ഇവിടെ ദയയ്ക്ക് പകരം ദാനവും ശൗചത്തിന് പകരം വിദ്യയും പറയുന്നുണ്ട്. അതൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കുക. ശൗചം എന്ന് പറഞ്ഞാൽ അന്ധക്കരണ ശുദ്ധിയാണ്, അതുണ്ടാകുന്നത് വിദ്യയിലൂടെയാണ്. അതുകൊണ്ട് ഇവിടെ വിദ്യ എന്ന് പറയുകയാണ്. ഭൂതങ്ങളോടുള്ള ദയ, ആ ദയ ഉണ്ടാകുമ്പോഴാണ് ദാനം എന്ന കർമ്മം നടക്കുന്നത്. അതിനാൽ ദയയ്ക്ക് പകരം ഇവിടെ ദാനം എന്ന് പറഞ്ഞു എന്ന് കണക്കാക്കാം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം, അല്ലെങ്കിൽ അവിടെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ എന്ന് വിചാരിക്കേണ്ട എന്നർത്ഥം. നോക്കാം അടുത്ത ശ്ലോകം 42. സാവിത്രം പ്രാജാപത്യം ച ബ്രാഹ്മം ചാഥ ബൃഹത്തഥാ വാർത്താസഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈഗൃഹേ. സാവിത്രം പ്രാജാപത്യം ച ബ്രാഹ്മം ചാഥ ബൃഹത്തഥാ
വാർത്താ സഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈ ഗൃഹേ. സാവിത്രം, പ്രാജാപത്യം, ബ്രാഹ്മം ചാഥ ബൃഹത്തഥാ. സാവിത്രം, സാവിത്രം എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞ അന്ന് മുതൽ ഗായത്രി ചൊല്ലി പഠിപ്പിക്കുന്ന 3 ദിവസത്തെ വ്രതം, ഇതാണ് സാവിത്രം. പ്രാജാപത്യം എന്ന് പറഞ്ഞാൽ വ്രതചര്യയോടുകൂടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നത്, അതാണ് പ്രാജാപത്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ വേദാധ്യയനം, വേദാധ്യയനം കഴിയുന്നതുവരെയുള്ള കർമ്മം. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെ ബ്രഹ്മചര്യം 4 വിധത്തിലുണ്ട്. പിന്നെയോ ഒന്നുകൂടി പറയണം ആ ഒരു കാര്യം. സാവിത്രം എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞു. ഉപനയനം എന്ന് പറഞ്ഞാൽ പൂണൂലിടുക, ശാസ്ത്രം പഠിക്കാനായിട്ടുള്ള ഒരുക്കാണ്. ഒരു 6-7 വയസ്സ് കഴിഞ്ഞാൽ അത് ചെയ്യും. അങ്ങനെ ഗായത്രി ചൊല്ലി പഠിപ്പിക്കുന്ന 3 ദിവസത്തെ വ്രതം, അതാണ് സാവിത്രം. പ്രാജാപത്യം എന്ന് പറഞ്ഞാൽ വ്രതചര്യയോടുകൂടി നിഷ്ഠയോടുകൂടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതം. ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ വേദാധ്യയനം കഴിയുന്നതുവരെയുള്ള ആ ഒരു വ്രതം, ആ കർമ്മം. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മം. ഇങ്ങനെ ബ്രഹ്മചര്യം 4 വിധത്തിലുണ്ട്. ഗൃഹസ്ഥന്മാരിലും 4 ഭേദങ്ങളുണ്ട്. ഏതൊക്കെയത്? വാർത്താ സഞ്ജയം ശാലീനം ശിലോഞ്ചം എന്നാണ്. വാർത്താ സഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈഗൃഹേ എന്നാണ്. ആദ്യം പറഞ്ഞത് ബ്രഹ്മചര്യം ആശ്രമം. ആ ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് സാവിത്രം, പ്രാജാപത്യം, ബ്രാഹ്മം, ബൃഹത്ത്. ഇങ്ങനെ ബ്രഹ്മചര്യ വ്രതം തന്നെ 4 വിധമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറയാണ് ഗാർഹസ്ഥ്യം 4 വിധം. വാർത്ത, സഞ്ജയം, ശാലീനം, ശിലോഞ്ചം. എന്താണ് വാർത്ത? എന്താണ് സഞ്ജയം? എന്താണ് ശാലീനം? എന്താണ് ശിലോഞ്ചം? അതറിയണ്ടേ? കൃഷി, വാണിജ്യം, ഗോരക്ഷ, അതുപോലെ പണം പലിശയ്ക്ക് കൊടുക്കൽ എന്നീ വൃത്തികളിൽ ഏർപ്പെടുന്നതിന് വാർത്ത എന്ന് പറയും. അതാണ് വാർത്ത. പിന്നെയോ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സഞ്ജയം അല്ലേ? വേദം പഠിപ്പിച്ച് യാഗം നടത്തിയും അങ്ങനെ കിട്ടുന്ന ധനം, അങ്ങനെ ധനം സമ്പാദിക്കുന്നതിന് സഞ്ജയം എന്ന് പറയും. യാചിക്കാതെ ജീവിക്കുന്നത്, അതാണ് ശാലീനം. അങ്ങാടിയിൽ അങ്ങനെ വീണ് കിടക്കുന്ന ധാന്യം ശേഖരിച്ച് കൊണ്ടുവന്ന് വൃത്തിയാക്കി അത് വേവിച്ച് കഴിക്കുക, അതാണ് ശിലവൃത്തി. കൃഷിസ്ഥലത്ത് വീണ് കിടക്കുന്ന ധാന്യം ശേഖരിച്ച് ഇതേപോലെ കഴിയുക, അതിനെയാണ് ഉഞ്ചവൃത്തി എന്ന് പറയുക. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് പറയുക, അതാണ് ഇത് രണ്ടും ചേർത്ത് ശിലോഞ്ചം എന്ന് പറയും. ഇങ്ങനെയാണ് 4 ഭേദങ്ങൾ. ഇങ്ങനെ ഗൃഹസ്ഥനും 4 തരത്തിൽ. സാവിത്രം, പ്രാജാപത്യം ച ബ്രാഹ്മം ചാഥ ബൃഹത്തഥാ വാർത്താ സഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈ ഗൃഹേ. വ്യക്തമായില്ലേ? 43-ാമത്തെ ശ്ലോകം. വൈഖാനസാ ബാലഖില്യ ഉദുംബരാഹ ഭേനപാവനേ ന്യാസേ കുടീചകഃ പൂർവം ബഹ്വോദോ ഹംസനിഷ്ക്രിയൗ. വൈഖാനസന്മാർ, ഇത് വാനപ്രസ്ഥാശ്രമത്തെ പറയാണ്. വാനപ്രസ്ഥാശ്രമവും 4 തരം. വൈഖാനസന്മാർ, വൈഖാനസ, ബാലഖില്യന്മാർ, പിന്നെയോ ഔദുംബരന്മാർ, പിന്നെയോ ഭേനന്മാർ. 4ാമത്തെ ആശ്രമമായ സന്യാസവും ഇങ്ങനെ 4 വിധമുണ്ട്. വാനപ്രസ്ഥാശ്രമം 4 തരം. വൈഖാനസന്മാർ, ബാലഖില്യന്മാർ, ഔദുംബരന്മാർ, ഭേനന്മാർ. ഇനി ആ സന്യാസാശ്രമവും 4 വിധത്തിലുണ്ട്. ന്യാസേ കുടീചകഃ പൂർവം ബഹ്വോദോ ഹംസനിഷ്ക്രിയവും ആണ്. കുടീചകൻ, അതുപോലെ ബഹ്വോദവൃത്തി, അതുപോലെ ഹംസവൃത്തി, നിഷ്ക്രിയവൃത്തി. അതിന് തന്നെയാണ് പരമഹംസ വൃത്തി എന്ന് പറയുന്നത്, പരമഹംസന്മാർ. ഇങ്ങനെ സന്യാസവും കുടീചകൻ, ബഹ്വോദൻ, ഹംസം, ഇതുപോലെ പരമഹംസം, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടെന്ന് അർത്ഥം. വാനപ്രസ്ഥ ആശ്രമത്തിൽ
വൈഖാനസന്മാർ എന്ന് പറഞ്ഞാൽ കായികനികൾ മാത്രമേ അവർ ഭക്ഷിക്കുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവരെയാണ് വൈഖാനസന്മാർ എന്ന് പറയുക. അപ്പോൾ ആരാ? ബാലഖില്യന്മാർ. പുതിയത് കിട്ടുമ്പോൾ കയ്യിലിരിക്കുന്നത് ഉപേക്ഷിച്ച് ജീവിക്കുക, അധികം ഭാരം കൊണ്ട് നടക്കില്ല, അങ്ങനെയുള്ളവരാണ് ബാലഖില്യന്മാർ. പിന്നെ ഔദുംബരന്മാർ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ആദ്യം നോക്കുന്ന ദിക്കിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. ഇങ്ങനെയൊരു നിഷ്ഠുള്ളവരാണ് ഔദുംബരന്മാർ. ഇനി ഭേനന്മാർ എന്ന് പറഞ്ഞാൽ താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ മാത്രം എടുത്ത് അതിൽ നല്ലതെടുത്ത് കഴിക്കുക, അങ്ങനെയുള്ളവരാണ് ഭേനന്മാർ. ഇങ്ങനെ വാനപ്രസ്ഥാശ്രമം നയിക്കുക. സന്യാസിമാരും 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. കുടീചകൻ, തൻ്റെ ആശ്രമധർമ്മത്തെ പ്രധാനമായി കരുതി ആശ്രമത്തിൽ തന്നെ നിഷ്ഠയോടുകൂടി ഇരിക്കുന്നവനെയാണ് കുടീചകൻ എന്ന് പറയുക, അല്ലെങ്കിൽ കുടീചരൻ എന്നും പറയും. കുടിൽ കെട്ടി അതിൽ നിൽക്കുക. ബഹുവാദൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ അപ്രധാനമാക്കി ജ്ഞാനമാണ് അയാൾക്ക് മുഖ്യം, ഇങ്ങനെ ജ്ഞാനത്തെ അഭ്യസിച്ച് പ്രവർത്തിക്കുന്നവൻ ബഹുവാദൻ. ഹംസൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ മാത്രം ഉറച്ച നിഷ്ഠയുള്ളവൻ, അതാണ് ഹംസൻ. നിഷ്ക്രിയൻ അഥവാ പരമഹംസൻ, അവരെങ്ങനെയാണ്? പരമാത്മഭാവത്തിൽ ഉറച്ച് സകല കർമ്മങ്ങളെയും ക്രിയകളെയും വെടിഞ്ഞവരാണ് അവർ. സന്യാസത്തിൻ്റെ ഓരോ പടവുകളായിട്ടാണ് ഇതിനെ പറയുക. ആദ്യപടി കുടീചകൻ, അവസാനത്തെ പടി പരമഹംസൻ, ഇങ്ങനെ പടിപടിയായിട്ട് ഉയരുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് വാനപ്രസ്ഥാശ്രമത്തെയും സന്യാസാശ്രമത്തെയും പറഞ്ഞു. 4 തരത്തിലുണ്ട്, രണ്ടും എന്ന് പറഞ്ഞു. ഇനിയോ 44-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അന്വീക്ഷികീത്രയീ വാർത്ത ദണ്ഡനീതിസ്തഥൈവ ച ഏവം വ്യാഹൃതയശ്ചാസൻ പ്രണവോ ഹ്യസ്യ ദഹ്രതഃ. ആന്വീക്ഷികി മുതൽ ദണ്ഡനീതി വരെയുള്ള 4 വ്യാഹൃതികളും ബ്രഹ്മാവിൻ്റെ പൂർവദിങ്മുഖത്ത് നിന്ന് ക്രമേണ ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്ന് പ്രണവവും ഉണ്ടായി. പ്രണവോഹ്യസ്യ ദഹ്രതഃ, അതാണിപ്പോൾ വർണ്ണിച്ചത്. ആന്വീക്ഷികീ ത്രയീ വാർത്ത ദണ്ഡനീതിസ്തഥൈവ ച. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? എന്താണ് ആന്വീക്ഷികി, എന്താണ് ത്രയീ, എന്താണ് വാർത്ത, അല്ലേ? ആന്വീക്ഷികി പറഞ്ഞാൽ ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രം, അതിനെയാണ് ആന്വീക്ഷികി എന്ന് പറയുക. ത്രയീ എന്ന് പറഞ്ഞാൽ സ്വർഗാദി ലോകങ്ങൾ കിട്ടാൻ എന്തൊക്കെ യാഗം ചെയ്യണം, ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ത്രയീ. ആന്വീക്ഷികി ത്രയീ വാർത്ത. വാർത്ത പറഞ്ഞാൽ കൃഷി, ഗോരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്ന ശാസ്ത്രം, അതാണ് വാർത്ത. ദണ്ഡനീതി പറഞ്ഞാൽ പ്രജാപരിപാലനത്തെ പ്രതിപാദിക്കുന്നത്, അതാണ് ദണ്ഡനീതി. പ്രജകളെ എങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് പ്രതിപാദിക്കുകയാണ് അതിൽ, അതാണ് ദണ്ഡനീതി. അപ്പോൾ ആന്വീക്ഷിക മുതൽ ദണ്ഡനീതിയുള്ള 4 അതുപോലെ വ്യാഹൃതികൾ എന്ന് പറഞ്ഞു. വ്യാഹൃതികൾ എന്ന് പറഞ്ഞാൽ ഭൂഹു ഭുവഹ സ്വഹ, ഇതാണ് വ്യാഹൃതികൾ. ഭൂ ഭുവ സ്വഹ. ഭൂർഭുവസ്വഹ എന്ന് 3 ചേർന്ന് വരും. ഒരുമിച്ച് പറയുമ്പോൾ ഭൂർഭുവസ്വ എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചു പ്രണവം. ഈ വ്യാഹൃതികളും ആന്വീക്ഷീ ത്രയീ വാർത്താ ദണ്ഡനീതിയും ബ്രഹ്മാവിൻ്റെ പൂർവദിക്മുഖത്തിൽ നിന്ന് ജനിച്ചു ഉണ്ടായി. പ്രണവം ആവട്ടെ, അത് ഓങ്കാരം ആണ്, അത് ബ്രഹ്മവാചകമാണ്, അത് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉദ്ഭവിച്ചു. ഇനി ബ്രഹ്മദേവൻ്റെ മറ്റ് അവയവങ്ങളിൽ നിന്നുണ്ടായ സൃഷ്ടിയെപ്പറ്റി പറയുകയാണ്. ബ്രഹ്മദേവൻ്റെ രോമങ്ങളിൽ നിന്ന് 28 അക്ഷരങ്ങളുള്ള ഉഷ്ണിക്ക് എന്ന ഛന്ദസ്സുണ്ടായി. ത്വക്കിൽ നിന്ന് 24 അക്ഷരങ്ങളുള്ള ഗായത്രി ഛന്ദസ്സുണ്ടായി. മാംസത്തിൽ നിന്ന് 44 അക്ഷരങ്ങളുള്ള തൃഷ്ടുപ്പ് എന്ന ഛന്ദസ്സുണ്ടായി. ഞരമ്പുകളിൽ നിന്ന് 32 അക്ഷരങ്ങളുള്ള അനുഷ്ടുപ്പ് എന്ന ഛന്ദസ്സുണ്ടായി. അസ്ഥിയിൽ നിന്ന് 48 അക്ഷരങ്ങളുള്ള ജഗതി എന്ന ഛന്ദസ്സുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ പദങ്ങൾ ഓർത്ത് വയ്ക്കുക ആണ്. ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ജഗതി ആണ്. അതുപോലെ പങ്ക്തി ആണ്.
ബ്രഹ്മാവിൻ്റെ മജ്ജയിൽ നിന്നാണ് 40 അക്ഷരങ്ങളുള്ള പങ്ക്തി എന്ന ഛന്ദസ് ഉണ്ടായത്. പ്രണവവൃത്തികളിൽ നിന്ന് 36 അക്ഷരങ്ങളുള്ള ബൃഹതി എന്ന ഛന്ദസ് ഉണ്ടായി. ഇതൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വായിക്കാം. തസ്യോഷ്ണികാസീല്ലോമഭ്യോ ഗായത്രീ ചത്വചോ വിഭോ ത്രിഷ്ടും മാംസാസ്നുതോരുഷ്ടുപ് ജഗത്യസ്ന പ്രജാപതേ. എല്ലാത്തിനെയും ജനിപ്പിക്കാൻ സമർത്ഥനായ ബ്രഹ്മാവിൻ്റെ രോമങ്ങളിൽ നിന്ന്, ലോമഭ്യ എന്ന് പറഞ്ഞാൽ രോമങ്ങളിൽ നിന്ന്, ഉഷ്ണിക്ക് എന്നും, ത്വക്കിൽ നിന്ന് ഗായത്രി എന്നും, മാംസത്തിൽ നിന്ന് തൃഷ്ടുപ്പ് എന്നും, സ്നായുവിൽ നിന്ന് അനുഷ്ടുപ്പ് എന്നും, അസ്ഥിയിൽ നിന്ന് ജഗതി എന്നും പേരുള്ള ഛന്ദസ്സുകളുണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നെയോ മജ്ജായ പങ്ക്തിരുൽപ്പന്ന ബൃഹതി പ്രാണതോഭവത് സ്പർശസ്തസ്യാഭവജ്ജീവ സ്വരോദേഹ ഉദാഹൃത. മജ്ജയിൽ നിന്ന് പങ്ക്തി എന്ന പേരുള്ള ഛന്ദസ്സും പ്രാണനിൽ നിന്ന് ബൃഹതി എന്ന പേരുള്ള ഛന്ദസ്, അതുപോലെ ബ്രഹ്മാവിൻ്റെ ജീവനിൽ നിന്ന് സ്പർശസ്തസ്യാഭവജ്ജീവ എന്നാണ്. ജീവനിൽ നിന്ന് സ്പർശാക്ഷരങ്ങൾ കകാരം മുതൽ മകാരം വരെയുള്ള ആ 5 വർഗങ്ങൾ അടങ്ങിയതും സ്പർശം എന്നു പേരുള്ളതുമായ അക്ഷരസമുദായം ഉണ്ടായി എന്നാണ്. ക മുതൽ മാ വരെയുള്ളതിനെയാണ് സ്പർശാക്ഷരങ്ങൾ എന്ന് പറയാം. 25 വർഗാക്ഷരങ്ങൾ. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ ആണ്. ക മുതൽ മാ വരെ 25 വർഗാക്ഷരങ്ങളും പിന്നെ ശരീരത്തിൽ നിന്ന് ആ മുതൽ ഔ വരെയുള്ള 16 സ്വരാക്ഷരങ്ങളും ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ ദേഹത്ത് നിന്ന് സ്വരസമുദായം ഉണ്ടായി ആണ്. സ്വരോദേഹ ഉദാഹൃത ആണ്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഈ കാണുന്നതൊക്കെ ബ്രഹ്മാവിൽ നിന്നുണ്ടായി എന്ന് പറയുകയാണ്. ഇനിയോ ഊഷ്മാണാമിന്ദ്രിയാണ്യാഹുരന്തസ്ഥാ ബലമാത്മനഃ സ്വരാഹ സപ്തവിഹാരേണ ഭവന്തി സ്മ പ്രജാപതേഃ. ഊഷ്മാണമിന്ദ്രിയാണ്യാഹുഃ അന്തസ്ഥാ ബലമാത്മനഃ സ്വരാഹ സപ്തവിഹാരേണ ഭവന്തി സ്മ പ്രജാപതേഃ. എന്താ പറയണത്? ഊഷ്മാണം എന്നാണ്. ഇന്ദ്രിയാണ്യാഹു. ഊഷ്മാണെന്ന് പറഞ്ഞാൽ ഊഷ്മാക്ഷരങ്ങൾ. ഏതാ ഈ ഊഷ്മാക്ഷരങ്ങൾ? ശാ ഷാ സാ ഹ ഇതാണ് ഊഷ്മാക്കൾ. അന്തസ്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അക്ഷരങ്ങളൊക്കെ പറ്റി വ്യാകരണത്തിലൊക്കെ വിസ്തരിച്ച് വ്യാകരണ ശാസ്ത്രങ്ങളൊക്കെ പറയും. ഇതൊക്കെ യാ രാ ലാ വ അതാണ് അന്തസ്ഥങ്ങൾ. ഇതൊക്കെയാണ് ഇവിടെ ഊഷ്മാക്കളും അതുപോലെ അന്തസ്ഥങ്ങളെന്നും പറഞ്ഞത്. ഊഷ്മാണം ഇന്ദ്രിയാണ്യാഹുഹു ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് 4 ഊഷ്മാക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ ശാ ഷാ സാഹ എന്ന അക്ഷരങ്ങളുണ്ടായി. പിന്നെയോ ബലത്തിൽ നിന്ന് ബ്രഹ്മദേവൻ്റെ ബലത്തിൽ നിന്ന് 4 അന്തസ്ഥങ്ങളുണ്ടായി. അന്തസ്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ യാ രാ ലാ വ. പിന്നെ ബ്രഹ്മദേവൻ്റെ ക്രീഡയിൽ നിന്ന് സപ്തസ്വരങ്ങളുണ്ടായി എന്നാണ്. സാ രീ ഗ മ പ ധ നി എന്നാണ്. അതാണ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ, അതുണ്ടായി. ഇനിയോ ശബ്ദബ്രഹ്മാത്മനസ്തസ്യ വ്യക്താവ്യക്താത്മനഃ പരഃ ബ്രഹ്മാവഭാതി വിതതോ നാനാശക്തിയുപബൃംഹിതഃ. എന്താ പറഞ്ഞത്? വ്യക്താവ്യക്താത്മനഃ പരഃ ശബ്ദബ്രഹ്മാത്മനസ്തസ്യ വ്യക്താവ്യക്താത്മനഃ വ്യക്തവും അവ്യക്തവുമായ രൂപഭേദത്തോടു കൂടിയ ശബ്ദബ്രഹ്മാത്മനഃ തസ്യ ശബ്ദബ്രഹ്മസ്വരൂപനായിരിക്കുന്ന അദ്ദേഹത്തിന് സഗുണനിർഗുണ ഭാവേന പൂർണ്ണനായ ആ പരമേശ്വരൻ നാനാശക്തിയുപബൃംഹിതഃ വിതതഃ അവഭാതി വിവിധ ശക്തികൾ സ്വീകരിച്ച് ബഹുവിധ രൂപനായും സർവവ്യാപ്തമായ ഏകതത്വമായും പ്രകാശിക്കുന്നു.
ഇവിടെ വ്യക്തവും അവ്യക്തവുമായ വൈഖരി സ്വരൂപേണ കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന ശബ്ദം, ബ്രഹ്മസ്വരൂപേണ സൂക്ഷ്മമായി ഉള്ളിലുള്ള ശബ്ദം, പക്ഷെ പുറമേക്ക് അത് കേൾക്കില്ല. ഉള്ളിൽ ചിന്ത ആണ്. ചിന്തയും ശബ്ദമൊക്കെ ഒന്ന് തന്നെ. രൂപഭേദങ്ങളോട് കൂടിയ ശബ്ദബ്രഹ്മം, അതാണ് വേദം. സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിന് സഗുണം നിർഗുണം എന്നീ ഭാവത്തിൽ, അതായത് ശബ്ദബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന, മനസ്സിലാവണില്ലേ? ബ്രഹ്മസ്വരൂപേണ സൂക്ഷ്മമായും, പിന്നെ ശബ്ദബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിന് സഗുണം നിർഗുണം എന്നീ ഭാവത്തിൽ പൂർണ്ണനായ പരമാത്മാവ് വിവിധ ശക്തികളാൽ പല പല രൂപങ്ങളോടുകൂടിയവനായും സർവവ്യാപിയായ ഏകതത്വമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. പ്രപഞ്ചമായിരിക്കുന്നതും ഭഗവാൻ, ആ ബോധം തന്നെ. ഇനി പ്രപഞ്ചം എന്ന ചിന്ത വരാണ്ടിരിക്കുമ്പോഴോ ഇരിക്കുന്നതും ഭഗവാൻ തന്നെ. താൻ ഉണർന്നിരിക്കുമ്പം ഈ കാണുന്ന പ്രപഞ്ചം അത് ബോധം തന്നെ. താൻ ഉറങ്ങുമ്പം ഈ പ്രപഞ്ചമില്ല, അപ്പോഴും ആരുണ്ട്? ബോധമില്ലാണ്ടി ആവണില്ല, അതും ബോധം തന്നെ. അപ്പോഴും ഞാനുണ്ട്. ഇവിടെ പ്രകടമായിരിക്കുന്നതും പ്രകടമല്ലാതിരിക്കുന്നതും ഒക്കെ ആ ഒരു തത്വമാണെന്ന് ബ്രഹ്മാവിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്നർത്ഥം. എന്നിട്ട് ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അദ്ദേഹം മറ്റൊരാകൃതിയെ സ്വീകരിച്ച ബ്രഹ്മാവ് സൃഷ്ടിക്ക് വേണ്ടി സങ്കല്പിച്ചു. അധികം വീര്യശക്തി ഉള്ളവരാണെങ്കിലും മരീചി മുതലായിട്ടുള്ള ഋഷിമാർക്ക്, നേരത്തെ പറഞ്ഞിച്ചല്ലോ, ബ്രഹ്മദേവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായി മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ ഒക്കെ വർണ്ണിച്ചു. പക്ഷെ അവരൊക്കെ വലിയ കേമന്മാരാണെങ്കിൽ പോലും അവർക്കൊന്നും സൃഷ്ടികർമ്മം വേണ്ടത്ര പുരോഗമിക്കുന്നില്ലെന്ന് അറിഞ്ഞ് അവർക്ക് സൃഷ്ടി ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അത് വിചാരിച്ച് ബ്രഹ്മാവ്, ഞാൻ എപ്പോഴും ഈ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നിട്ടും പ്രജകൾ വർദ്ധിക്കുന്നില്ലല്ലോ, ഒന്നും വേണ്ടതുപോലെ ആവുന്നില്ലല്ലോ, എന്താണ് ഈ ഒരു വിഘ്നത്തിന് കാരണം എന്നിങ്ങനെ ചിന്തിച്ച സമയത്ത് ബ്രഹ്മദേവൻ്റെ ശരീരം രണ്ട് സ്വരൂപമായി തീർന്നു, രണ്ടായി പിരിഞ്ഞു. ആ രണ്ട് രൂപവിഭാഗങ്ങളിൽ നിന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നാണ്. അതിലെ പുരുഷനാണ് സ്വയംഭുവ മനു, സ്ത്രീയാണ് ആ സ്വയംഭൂ മനുവിൻ്റെ പത്നിയായ ശതരൂപ. അന്നു മുതലാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മൈഥുന രീതിയിൽ പ്രജകൾ വർദ്ധിച്ചു വന്നു. സ്വയംഭൂ മനുവിന് ശതരൂപയിൽ 5 സന്താനങ്ങളുണ്ടായി. പ്രിയവ്രതൻ, ഉത്താനപാദൻ, പിന്നെ ആകൂതി, ദേവഹൂതി, പ്രസൂതി. പ്രിയവ്രതൻ, ഉത്താനപാദൻ ഇങ്ങനെ 2 ആൺകുട്ടികൾ, ആകൂതി, ദേവഹൂതി, പ്രസൂതി ഇങ്ങനെ 3 പെൺകുട്ടികൾ, അങ്ങനെ 3ഉം 2ഉം 5 മക്കൾ. അവരിൽ ആകൂതിയെ രുചി പ്രജാപതിക്കും, ദേവഹൂതിയെ കർദമ പ്രജാപതിക്കും, പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ സന്തതി പരമ്പരകളെ കൊണ്ട് ലോകം നിറഞ്ഞു. അതാണിനി വർണ്ണിക്കുന്നത്. ഈ പറഞ്ഞ കാര്യമാണ് 49 മുതൽ 53, 54 വരെയുള്ള 56 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് 49 മുതൽ 52 വരെ ഒരുമിച്ച് കാണാം. തതോപരാമുപാദായ സസർഗായ മനോദധേ ഋഷീണാം ഭൂരിവീര്യാണാം അപി സർഗമവിസ്തൃതം ജ്ഞാത്വാ തദ്ഹൃദയേ ഭൂയശ്ചിന്തയാമാസ കൗരവ അഹോ അദ്ഭുതമേതന്മേ വ്യാപൃതസ്യാപി നിത്യത ന ഹ്യേധന്തേ പ്രജാനൂനം ദൈവമത്ര വിഘാതകം ഏവം യുക്തകൃതസ്തസ്യ ദൈവം ചാവേക്ഷതസ്തദാ കസ്യ രൂപമഭൂത് ദ്വേധ യത്കായമഭിചക്ഷത്തെ താഭ്യാം രൂപവിഭാഗാഭ്യാം മിഥുനം സമപദ്യത. എന്താ പറഞ്ഞത്? തതോപരാമുപാദായ, തതഃ അപരം ഉപാദായ, അനന്തരം, അതിനുശേഷം, നേരത്തെ പറഞ്ഞതിന് ശേഷം എന്തുണ്ടായി അത് പറയാണ്. അപരാം ഉപാദായ, മറ്റൊരു ആകൃതിയെ, മറ്റൊരു രൂപത്തെ സ്വീകരിച്ച് ബ്രഹ്മാവ് സഹ സർഗായ മനഃ ദധേ, സൃഷ്ടിക്ക് വേണ്ടി മനസ്സ് സങ്കല്പിച്ചു, സൃഷ്ടിക്ക് ഒരുങ്ങി എന്നർത്ഥം. കൗരവ, അല്ലയോ വിതുര,
ഭൂരിവീര്യാണാം അപി ഋഷീണാം സർഗം അവിസ്തൃതം ജ്ഞാത്വ. ഭൂരിവീര്യാണാം അധികം വീര്യശക്തിയൊക്കെ ഉള്ളവരാണെങ്കിലും മരീചി മുതലായ ഋഷീണാം സർഗം അവിസ്തൃതം, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മം, അവിസ്തൃതം എന്ന് പറഞ്ഞാൽ വിപുലമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞ് ജ്ഞാത്വ ഭൂയ തത് ഹൃദയേ ചിന്തയാമാസ, അതിനെപ്പറ്റി തന്നെ മനസ്സിൽ ചിന്തിച്ച് അഹോ ഏതത് അദ്ഭുതം, ഇത് ആശ്ചര്യമായിരിക്കുന്നുവല്ലോ, നിത്യതാ വ്യാപൃതസ്യ അപി, എപ്പോഴും ഈ സൃഷ്ടിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് മമ പ്രജാഹ ന ഏധത്തെ ന ഏധന്തേഹി, എൻ്റെ ഈ സൃഷ്ടി വേണ്ടതുപോലെ വർദ്ധിക്കുന്നില്ലല്ലോ. അത്ര ദൈവം വിഘാതകം, ഈ വിഷയത്തിൽ വിധി തന്നെയാണ് വിഘ്നമായിരിക്കുന്നത്. ഏവം യുക്തകൃത, ഇപ്രകാരം യുക്തമായത് പ്രവർത്തിക്കുന്നവനായും ദൈവം ച, വിധിയോഗത്തെ കൂടി അപേക്ഷത ഉള്ളിൽ കരുതുന്നവനായും ഇരിക്കുന്ന തസ്യ കസ്യ, ആ ബ്രഹ്മദേവൻ്റെ, കസ്യ പറഞ്ഞാൽ കഹ എന്നുള്ള ബ്രഹ്മദേവൻ്റെ പേരാണ്, ബ്രഹ്മദേവൻ്റെ രൂപം, അപ്പോൾ തന്നെ രൂപം തഥാ, അപ്പോൾ രൂപം ആകാരം ദ്വേധാ അഭൂത്, രണ്ടായിട്ട് സംഭവിച്ചു. ബ്രഹ്മദേവൻ രണ്ടായി മാറി. കായം അഭിചക്ഷതേ, അതിന് കായം എന്ന് പറയും. കസ്യ ഇതം കായം, കസ്യ ഇതം, ബ്രഹ്മദേവൻ്റെ ഇതിന് കായം എന്ന് പറയും. ബ്രഹ്മസ്വരൂപത്തിൻ്റെ പിരിവ്, അതിനെയാണ് കായം എന്ന് പറയുന്നത്. കായം അഭിചക്ഷത, അതിന് കായം എന്ന് പറയാറുണ്ട്. താഭ്യാം രൂപവിഭാഗാഭ്യാം, ആ രണ്ട് രൂപവിഭാഗങ്ങളിൽ നിന്ന് മിഥുനം, ഒരു സ്ത്രീയും ഒരു പുരുഷനും, അതാണ് മിഥുനം, സമപദ്ധ്യത ഉണ്ടായി വന്നു. എന്താ പറഞ്ഞത്? ബ്രഹ്മദേവൻ വേദത്തെ സൃഷ്ടിച്ച ശേഷം ഓരോ സൃഷ്ടി കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ച് വേറെ നിൽക്കുന്നത് കാണാം. വേറൊരു ശരീരം എടുത്തു, മറ്റൊരു ശരീരം സ്വീകരിച്ച് വീണ്ടും സൃഷ്ടി നടത്താൻ തുടങ്ങി. ലോക സൃഷ്ടിയുടെ അഭിവൃദ്ധിക്കായി പ്രജകളെ സൃഷ്ടിക്കുവാൻ സമർത്ഥരായ വീര്യമുള്ള മരീചി മുതലായിട്ട് ഋഷിമാരെ സൃഷ്ടിച്ചുവെങ്കിലും അവരുടെ സൃഷ്ടി അവർ വേണ്ടതുപോലെ സൃഷ്ടി നടത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ ബ്രഹ്മദേവൻ ലോകത്തിൽ സൃഷ്ടി വേണ്ടത്ര വർദ്ധിക്കാൻ എന്ത് വേണം? ബ്രഹ്മാവ് വീണ്ടും ആലോചിച്ചു. സൃഷ്ടിയിൽ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു താൻ, എങ്കിലും വേണ്ടതുപോലെ സൃഷ്ടി വർദ്ധിക്കുന്നില്ല. ഇത് അത്ഭുതം തന്നെ, ആശ്ചര്യം തന്നെ. ഇതിന് കാരണമായിരിക്കുന്നത് ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ വിധി. അതുകൊണ്ട് യുക്തമായതിനെ പ്രവർത്തിക്കുന്നവനും അദൃഷ്ടത്തെ ആലോചിക്കുന്നവനുമായ ഭഗവാന്റെ പ്രസാദം തനിക്ക് എപ്പോൾ ലഭിക്കും? ഭഗവാന്റെ സങ്കല്പം എന്താണ് എന്നൊക്കെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി മാറി. ഇതിനെ കായം എന്ന് പറയും. കസ്യ ഇതം കായം, കസ്യ ബ്രഹ്മാവിൻ്റെന്നർത്ഥം. ബ്രഹ്മാവിൻ്റേതായതുകൊണ്ട് ഇതിന് കായം, ബ്രഹ്മാവിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ ആ ആകൃതിയെ കായമെന്ന് പറയും. ആ രൂപവിഭാഗങ്ങളിൽ നിന്നൊരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായി. യസ്തു തത്ര പുമാൻ സോഭൂന്മനു സ്വായംഭുവ സ്വരാട് സ്ത്രീയാസീച്ഛതരൂപാഖ്യ മഹിഷ്യസ്യ മഹാത്മനഃ. യസ്തു തത്ര പുമാൻ, അതിലെ പുരുഷൻ ആരാണ്? അദ്ദേഹമാണ് സ്വയംഭുവ മനു. സ്വയംഭുവ സ്വരാട്. പിന്നെയോ സ്ത്രീയാസീച്ഛതരൂപാഖ്യ എന്നാണ്. യാ സ്ത്രീ മഹാത്മനഃ അസ്യ ശതരൂപാഖ്യ മഹിഷിയാസീത്. അതിലെ സ്ത്രീയാവട്ടെ മഹാത്മാവായ ഈ സ്വയംഭുമനുവിൻ്റെ ശതരൂപാഖ്യ, ശതരൂപ എന്നു പേരുള്ള രാജ്ഞിയും ആയി. മിഥുനം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, ദമ്പതികളുണ്ടായി, സ്വയംഭുമനു ശതരൂപയും. തഥാ മിഥുനധർമ്മേണ പ്രജാ ഹ്യേധാം ബഭൂവിരേ സചാപി ശതരൂപായാം പഞ്ചാപത്യാന്യജീജനത്. അവർ തഥാഹി മിഥുനധർമ്മേണ, അപ്പോൾ മുതൽക്ക് സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട്, അതാണ് മിഥുനധർമ്മം. പ്രജാഹ ഏധാം ബഭൂവിരെ, പ്രജകൾ അങ്ങനെ വർദ്ധിച്ചു വന്നു. സച അപി, ആ മനുവും ശതരൂപായാം, ശതരൂപയിൽ 5 പഞ്ച അപത്യാനി അജിജനത്, 5 സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അവരുടെ പേര് പറയുകയാണ്. പ്രിയവ്രതോത്താനപാദോ തിസ്ര കന്യാശ്ച ഭാരത ആകൂതിർദേവഹൂതിശ്ച പ്രസൂതിരിതി സത്തമാം. എന്താ പറയണത്? പ്രിയവ്രതോത്താനപാദൗ എന്നാണ്. അല്ലയോ ഭാരത, സത്തമ, രണ്ടും സംബോധനയാണ്, വിതുരരെ വിളിക്കുകയാണ്. അല്ലയോ ഭാരത, സത്തമ സജ്ജനോത്തമ, പ്രിയവ്രതോത്താനപാദൗ, പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നീ 2 പുത്രന്മാരും, ആകൂതി ദേവഹൂതി പ്രസൂതിഹി ച തിസ്ര കന്യാഹ ച, ആകൂതി എന്നും ദേവഹൂതി എന്നും പ്രസൂതി എന്നും ഇങ്ങനെ 3 പുത്രിമാരും അദ്ദേഹത്തിനുണ്ടായി. ആകൂതിം രുചയേ പ്രാതാത്
കർദ്ദമായ തു മധ്യമാം ദക്ഷായാദാത് പ്രസൂതിം ച യത ആപൂരിതം ജഗത്. ആകൂതിയെ ആർക്ക് കൊടുത്തു? രുചിക്ക്, രുചയെ എന്ന് പറഞ്ഞാൽ രുചിക്ക് കൊടുത്തു, രുചി പ്രജാപതിക്ക് കൊടുത്തു. മധ്യമാം നടുക്കുള്ളവൾ, മധ്യമ പറഞ്ഞ നടുക്കുള്ളവൾ, നടുക്കുള്ളവളെ ആർക്ക് കൊടുത്തു? കർദ്ദമനും. ആരാ നടുക്കുള്ളത്? ആകൂതി ദേവഹൂതി പ്രസൂതി, നടുക്ക് ദേവഹൂതി, ദേവഹൂതിയെ കർദ്ദമന് കൊടുത്തു. പിന്നെയോ ദക്ഷായ പ്രസൂതിം ച, ദക്ഷന് പ്രസൂതിയെ നൽകി. യതഃ ജഗത്ത് ആപൂരിതം. ഇങ്ങനെ അവരിൽ നിന്ന് ലോകം നിറയുവാൻ മതിയായ സന്താനങ്ങൾ ഉണ്ടായി എന്നർത്ഥം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? ഈ 12-ാമത്തെ അധ്യായത്തിൽ, 3-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മദേവൻ്റെ സൃഷ്ടി വർണ്ണിക്കുകയാണ്. തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, ഇങ്ങനെയുള്ള അന്ധതാമിശ്രം, അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു. പിന്നെ ബ്രഹ്മാവിന് സൃഷ്ടി കൊണ്ട് ശരിയാവുന്നില്ല. അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ തെളിഞ്ഞ മനസ്സോടുകൂടി അദ്ദേഹം സൃഷ്ടിച്ചപ്പോൾ അവർ സനകാദികൾ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, ഇങ്ങനെയുള്ള ശുദ്ധന്മാരുണ്ടായി. അവരെ സൃഷ്ടി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചെങ്കിലും അവർക്കത് താല്പര്യമില്ലായിരുന്നു. അവർ ഭഗവാനെ സേവിക്കാനായിട്ട് പുറപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ആ സമയത്ത് തൻ്റെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ലല്ലോ എന്നാലോചിച്ച് ക്രോധം വന്നു. ആ ക്രോധത്തെ അടക്കി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അത് ഭ്രൂമധ്യത്തിലൂടെ പുറത്തേക്ക് ചാടി. അതാണ് രുദ്രൻ എന്ന് പറഞ്ഞു. രുദ്രനാവട്ടെ കുറേ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ബ്രഹ്മാവിന് സന്തോഷമായി. അങ്ങനെ 11 കൽപ്പിച്ച് 11 സ്ത്രീകളെ നൽകി. അവരുടെ സൃഷ്ടി പക്ഷേ വേണ്ടതുപോലെ വർദ്ധിക്കുന്നില്ല. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ നീലലോഹിതൻ തപസ് ചെയ്യാനായിട്ട് പോയി. പിന്നെയും പല പല സൃഷ്ടികളും ബ്രഹ്മാവ് ചെയ്തു. സരസ്വതിയെ സൃഷ്ടിച്ചു. സരസ്വതി പിന്നാലെ പുറപ്പെട്ടു. മരീചി മുതലായവർ അത് വിലക്കി. തൻ്റെ അബദ്ധം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ലജ്ജിച്ച് തൻ്റെ ശരീരം ത്യജിച്ച് മലിനമായ ശരീരം ഒഴിവാക്കി മറ്റൊരു ശരീരം കൈക്കൊണ്ടു. പിന്നെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് 4 വേദങ്ങളുണ്ടായി. ഋക്ക്, യജുസ്, സാമം, അഥർവം. പിന്നെ ഉപവേദങ്ങൾ, ആയുർവേദം, ധനുർവേദം, സ്ഥാപത്യവേദം, ഗാന്ധർവവേദം. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രജകൾ വർദ്ധിക്കുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് ഈശ്വര ധ്യാനം ചെയ്തു. ക്രമേണ അദ്ദേഹത്തിൻ്റെ ശരീരം 2 മാറി. അങ്ങനെ 2 ആദി മനുഷ്യർ ജനിച്ചു. പുരുഷൻ്റെ പേര് സ്വയംഭൂമനു, സ്ത്രീയുടെ പേര് ശതരൂപ. അവർ ദമ്പതികളായി. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും പിറന്നു. പുത്രന്മാരുടെ പേര് പ്രിയവ്രതൻ, ഉത്താനപാദൻ. പുത്രിമാരുടെ പേര് ആകൂതി, ദേവഹൂതി, പ്രസൂതി. അങ്ങനെ സൃഷ്ടി വർദ്ധിച്ചു. ഇതാണിപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 12-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചത്. നല്ലോണം മനനം ചെയ്യുക, ഈ ഒരു അധ്യായം ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ പഠനം നമുക്ക് ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം 3-യസ്കന്ധേ 12-ഓധ്യായഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.